പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 7-ാം മാസത്തിന്റെ 29ാമത്തെ പ്രഭാതം അങ്ങനെ കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ വചന സന്ദേശത്തിൽ പങ്കാളികളാകുന്ന എല്ലാ ദൈവകുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. ഈ പ്രഭാതവും പ്രാർത്ഥനയോടുകൂടി ദൈവത്തിൽ നമുക്ക് അടുത്തു ചെല്ലാം. 147-ാം സങ്കീർത്തനക്കാരൻ പാടുന്നു, മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവിടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. വിവിധ കാരണങ്ങളാൽ നമ്മുടെ മനസ്സ് തകരുകയും ഹൃദയം നുറുങ്ങുകയും ചെയ്യാം. മറ്റു മനുഷ്യർക്ക് ആർക്കും ഒരാളുടെ ഹൃദയത്തിൻ്റെ നില എന്താണെന്ന് മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. വൈദ്യശാസ്ത്രത്തിന് മനുഷ്യൻ്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് മാത്രമേ ചികിത്സിക്കുവാൻ കഴിയുകയുള്ളൂ. ശരീരത്തിലുണ്ടാകുന്ന രോഗങ്ങൾക്കും ഉള്ളിൽ ഉണ്ടാകുന്ന രോഗങ്ങൾക്കും എക്സ്റേ, സ്കാനിങ്, മറ്റു വിവിധ ടെസ്റ്റുകൾ എന്നിവ വഴി രോഗനിർണയം നടത്തുവാനും ഫലപ്രദമായി ചികിത്സിക്കുവാനും കഴിഞ്ഞേക്കാം. എന്നാൽ ആരുടെയും മനസ്സും അതിൻ്റെ ചിന്തകളും ഹൃദയവും അതിൻ്റെ യഥാർത്ഥ നിലയിൽ അറിയുവാനുള്ള ഒരു ടെസ്റ്റും ഇല്ല. എന്നാൽ നമ്മുടെ ഹൃദയത്തിൻ്റെ നിലയും അന്തര ഇന്ദ്രിയങ്ങളും അറിയുന്നവൻ ദൈവം മാത്രമാണ്. ജീവിതത്തിൽ നേരിടുന്ന പരാജയങ്ങൾ, മറ്റുള്ളവരുടെ പരിഹാസവും നിന്ദയും, രോഗങ്ങളും കഷ്ടങ്ങളും, ഉറ്റവരുടെ വേർപാടും, സാമ്പത്തിക തകർച്ചകൾ തുടങ്ങി അനവധി കാരണങ്ങളാൽ മനുഷ്യൻ്റെ മനസ്സും നുറുങ്ങുകയും ഹൃദയം തകരുകയും ചെയ്യാം. എന്നാൽ നമ്മുടെ ദൈവം മനം തകർന്നവരെ സൗഖ്യമാക്കുകയും അവിടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുമെന്ന് തിരുവചനം പറയുന്നു. നീറുന്ന പ്രശ്നങ്ങളിൽ നിന്നും മാറാത്ത രോഗങ്ങളിൽ നിന്നും എത്ര ശ്രമിച്ചിട്ടും മോചനം പ്രാപിക്കുവാൻ കഴിയാതെ അനേകരും ഹൃദയം നുറുക്കത്തോടെ ആയിരിക്കുന്നതിൻ്റെ യഥാർത്ഥ കാരണം അവരുടെ പാപങ്ങളാണെന്ന് ദൈവവചനം പറയുന്നു. മദ്യപാനികളുടെ കുടുംബത്തിൽ യാതൊരു സമാധാനവും ഉണ്ടാകുകയില്ല. അതുപോലെ ദൈവവചനം അനുസരിക്കാത്തവരുടെ ജീവിതത്തിലും ദൈവത്തെ ആരാധിക്കുവാൻ മടി കാണിക്കുന്നവരുടെ ജീവിതത്തിലും ദൈവാലോചനകൾക്ക് കീഴ്പ്പെടാത്ത അനേകരുടെ ജീവിതത്തിലും സമാധാനമുണ്ടാകത്തില്ല, സന്തോഷമുണ്ടാകത്തില്ല. അവർക്കെന്നും ഭാരമായിരിക്കും, എന്നും തീരാ നഷ്ടങ്ങളായിരിക്കും. ആരാധനയുടെയും ദൈവസാന്നിധ്യത്തിൻ്റെയും ഇടമായ യെരുശലേമിൽ നിന്നും ശപിക്കപ്പെട്ട പട്ടണമായ യെരിഹോവിലേക്ക് യാത്ര തിരിച്ചാൽ മുറിവുകൾ ഉണ്ടാകും. പലരും നമ്മെ തെറ്റിദ്ധരിക്കുകയും നാം ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ നമ്മെക്കുറിച്ച് അപവാദം പറയുകയും ചെയ്യുമ്പോൾ നമ്മുടെ മനം തകരുകയും നാം തളർന്നു പോവുകയും ചെയ്യാം. ഒരു ദൈവവൈദ്യൻ്റെ മനം തകരുമ്പോൾ തന്നെ ആശ്വസിപ്പിക്കുവാൻ ദൈവം തൻ്റെ സമീപേ കടന്നു വരുമെന്ന് വചനം ഉറപ്പ് പറയുന്നു. ആകയാൽ പ്രിയ ദൈവവൈദ്യരെ, നമ്മുടെ മനം തകരുമ്പോഴും ഉള്ളം നുറുങ്ങുമ്പോഴും നമ്മെ ആശ്വസിപ്പിക്കുന്ന ദൈവസന്നിധിയിലേക്ക് ഈ പ്രഭാതം അടുത്തു ചെല്ലാം. ക്രിസ്തുവിൻ്റെ ഈ വാക്കുകൾ നമുക്ക് വിശ്വസിക്കാം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ, ആമേൻ എന്ന് നമ്മുടെ കർത്താവ് നമുക്ക് വാക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ തകർന്ന മനസ്സിനെ സൗഖ്യമാക്കുകയും നമ്മുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്ന ദൈവത്തിൽ നമുക്ക് ഈ പ്രഭാതം ആശ്രയിക്കാം. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിലടയ്ക്കാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഇന്ന് പകൽക്കാലം ആരുടെയെങ്കിലും ഹൃദയം നുറുക്കത്തോടുകൂടെയാണെങ്കിൽ, മനം തകർന്ന് വളരെ ഭാരത്തോടുകൂടെയാണെങ്കിൽ, ഏകാന്തതയുടെ അനുഭവങ്ങളിൽ കൂടെ, മാനസികമായ നിരാശകളിൽ കൂടെ, വാർദ്ധക്യ ബലഹീനതയിൽ കൂടെ ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം മനം തകർന്നവരെ അവൻ ആശ്വസിപ്പിക്കുകയും അവിടെ മുറിവുകളെ കെട്ടുകയും ചെയ്യും. ആമേൻ, സംശയം വേണ്ട. നമ്മുടെ കണ്ണുകളെ ദിവസത്തിലടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവം, അനുഗ്രഹം പ്രശാന്തമായ ഒരു പ്രഭാതം കൂടെ ഞങ്ങൾക്ക് നൽകിയതിനായി നന്ദി പറയുന്നു നാഥ. ഈ പ്രഭാതത്തിൽ കർത്താവേ, ആമേൻ, ഈ ശബ്ദം കേൾക്കുന്ന സമയം ആരുടെയെങ്കിലും ഹൃദയങ്ങൾ തകർന്നിട്ടുണ്ടെങ്കിൽ, മനം കർത്താവേ സ്തോത്രം നുറുങ്ങിയിട്ടുണ്ടെങ്കിൽ, അവിടെ ജീവിതത്തിൽ ആശ്വാസത്തിൻ്റെ, സമാധാനത്തിൻ്റെ ദൈവ സാന്നിധ്യം പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
അവരുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകട്ടെ. ഏത് വിഷയത്തിൽ നരങ്ങുന്നുവോ, ഏത് വിഷയത്തിൽ നുറുങ്ങുന്നുവോ, ആ വിഷയത്തിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികളെ കാണുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എല്ലാ ദൈവകുഞ്ഞുങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തലമുറകളെ ഓർത്ത് ഭാരപ്പെടുന്നവരുണ്ട്, തലമുറകളില്ലാതെ ഞരങ്ങുന്നവരുണ്ട്. ആമേൻ. ബാധ്യതകളുടെ നടുവിൽ പകച്ചു നിൽക്കുന്നവരുണ്ട്, സാമ്പത്തിക ഞെരുക്കങ്ങളിലായിരിക്കുന്നുണ്ട്, കടഭാരങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഇവരെല്ലാം കർത്താവേ ഇന്ന് പകൽക്കാലം ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അങ്ങയുടെ ദാസിദാസന്മാരെ എല്ലാവരും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ നന്മകളാൽ നിറയ്ക്കുന്ന മഹത്വം എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.